പിന്നെ നമ്മൾ ഓയിൽ ചേഞ്ചിന്റെ ഒരു ഇന്റർവെല്ലാണ്. ഇപ്പോൾ ഒരു 15,000 to 20,000 നമ്മൾ മാറ്റേണ്ടി വരും. അത് ഓരോ ബൈക്സിനും ഡിപ്പെൻസ് ആണ്. ചിലതിൽ 15,000 മാറണം, ചിലതിൽ 17,000 ആയിരിക്കും, ചിലതിൽ 20,000 ആയിരിക്കും. ഇത് ടേക്ക് കെയർ ചെയ്യാതിട്ട് മാക്സിമം ആയിട്ട് ഓടിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് പിന്നെ ഭാവി കൂടുതൽ ഫണ്ട് നമ്മൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മാത്രമല്ല, ഓടിക്കാനുള്ള ഫീൽ ഇമ്പ്രൂവ് ചെയ്യാനും ഏറ്റവും നല്ലത് പുതിയ ഓയിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ മാറ്റി ഓടിക്കുന്നത് തന്നെയാണ്. അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടുമായിട്ടുള്ള ഫസ്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ടയർ തന്നെയാണ്. സോ ബെറ്റർ ആയിട്ടുള്ള ടയർ യൂസ് ചെയ്യുക. ബെറ്റർ ആയിട്ടുള്ള ടയർ എപ്പോഴും നല്ല കോൺഫിഡൻസ് നമുക്ക് തരും ബൈക്കിൽ. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ടയർ, അതുപോലെ തന്നെ വീൽ ബെയറിങ്ങും ശ്രദ്ധിക്കുക. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് ഫീൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ഫോക്കിൽ നമുക്ക് ഓയിൽ മാറ്റണം എന്ന് കരുതി ഏതെങ്കിലും ഓയിൽ എടുത്ത് ഒഴിക്കരുത്. എഞ്ചിൻ ഓയിൽ പോലെ തന്നെ ഇതിനും ഗ്രേഡ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ഗ്രേഡ് ഓയിലാണോ അത് ജസ്റ്റ് നമ്മുടെ ഓണേഴ്സ് മാനുവലിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഓയിൽ തന്നെ കറക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും. പിന്നെ ഇപ്പോൾ യമഹയുടെ ബൈക്സിലാണെങ്കിൽ ഇപ്പോൾ ഏതാണ് ബെസ്റ്റ് ഓയിൽ, ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓയിൽസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് ഓയിൽ തന്നെ ഒഴിച്ചാൽ മതിയോ, എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഓയിൽ യൂസ് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ബൈക്കിൽ സ്റ്റോക്ക് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ